നമസ്കാരം. 25 ലക്ഷം പേരെ പുറത്താക്കി സർക്കാർ. പൗരത്വ ഭേദഗതിയുടെ പുതിയ പതിപ്പാണോ എന്ന് ചിന്തിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതായത് SIR-യുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ സംസ്ഥാനത്ത് ഏകദേശം 25,72,889 വോട്ടർമാർ പുറത്ത്. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. ഒക്ടോബറിൽ SIR നടപടി തുടങ്ങിയപ്പോൾ പട്ടികയിൽ ഉണ്ടായിരുന്നവർ 2,78,59,855 പേർ. കരട് പട്ടികയിൽ ഉണ്ടാവുക 2,52,86,966 പേരായിരിക്കും. ഏകദേശം 25 ലക്ഷം വോട്ടർമാരെ കണ്ടെത്താനായില്ല എന്ന ചീഫ് ഇലക്ഷൻ ഓഫീസർ രത്തൻ കേൽക്കറാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ SIR നടപടിക്രമങ്ങൾ അത് അവലോകനം ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേൽക്കർ. CPM-ഉം കോൺഗ്രസും ലീഗും ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ അതിശക്തമായ എതിർപ്പ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുമുണ്ട്. പട്ടികയിൽ 6.44 വോട്ടർമാർ മരിച്ചതായിട്ടും പട്ടികയിൽ 6.44 ലക്ഷം വോട്ടർമാർ മരിച്ചതായിട്ടും 8.19 ലക്ഷം വോട്ടർമാർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിയതായും കണ്ടെത്തി. ഇരട്ട വോട്ടുള്ള 1.31 ലക്ഷം പേരെയാണ് ഇതിൽ നിന്നും ഒഴിവാക്കിയത്. 7.12 ലക്ഷം പേരുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല എന്നും കേൽക്കർ പറയുന്നു. മാത്രമല്ല, BLO-മാർക്ക് ഫോമുകൾ നൽകാത്ത വോട്ടർമാർ ഉൾപ്പെടെയാണ് വിവരങ്ങൾ ലഭ്യമല്ലാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും ആളുകൾക്ക് അവരുടെ പേര് പരിശോധിക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ വിവരം രാഷ്ട്രീയ പാർട്ടികളെയും അറിയിക്കുകയാണ്. കൂടാതെ കാസർഗോഡ്, കൊല്ലം, വയനാട് ജില്ലകളിൽ SIR പ്രക്രിയ പൂർത്തിയായതായിട്ടും ബാക്കിയുള്ള ജില്ലകളിൽ ഉടൻ പൂർത്തിയാകുമെന്നും തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ മാസം ആരംഭിച്ച SIR തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നീട്ടിവെക്കുകയായിരുന്നു. ഈ പുറത്താക്കപ്പെടുന്നവരിൽ കൂടുതലും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നാണ്. ഏകദേശം 4,36,857 പേർ പുറത്താകുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ കരട് പട്ടികയിൽ ഉള്ളവരിൽ 2002-ലെ പട്ടികയുമായിട്ട് മാപ്പിംഗ് നടത്താനാകാത്തവർക്ക് തെളിവ് ഹാജരാക്കാൻ നോട്ടീസ് നൽകാൻ പോവുകയാണ്. അത് ബോധ്യപ്പെടുകയാണെങ്കിൽ നിലനിർത്തും, ഇല്ലെങ്കിൽ ഒഴിവാക്കും. എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റാത്തതിൽ അതിലൂടെ ഉൾപ്പെടാതെ പോയവർ എന്ന് പറയപ്പെടുന്നത് ഏകദേശം 71,877 പേരാണ്. മരിച്ചവർ 6,44,547 ഇതിൽ കണ്ടെത്താൻ സാധിക്കാത്ത ആയിപ്പോയവരെന്ന് പറയപ്പെടുന്നത് 7,11,958 പേർ. സ്ഥിരമായിട്ട് താമസം മാറിയവർ അവർ 8,19,346 പേർ. മറ്റൊന്ന് ഇരട്ടിപ്പുള്ളവർ, അത് 1,31,530 പേർ. മാത്രമല്ല, മറ്റു കാരണങ്ങളാൽ ഉൾപ്പെടാത്തവർ എന്ന് പറയപ്പെടുന്നത് 1,93,631 എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. പുറത്താക്കപ്പെടുന്നവർ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് ഇത്തരത്തിലുള്ളവരാണ്. അതായത് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ, ജില്ല തിരിച്ചു നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ 4,36,857 പേർ പുറത്തായിരിക്കുന്നു. എറണാകുളത്ത് 3,34,962 പേർ. കാസർഗോഡ് 63,114 പേർ. വയനാട് 37,422 പേർ. കൊല്ലത്ത് 1,68,018 പേർ. മലപ്പുറത്ത് 1,79,673 പേർ. മറ്റൊന്ന് പാലക്കാട് 2,70,000 പേർ പുറത്തായിരിക്കുന്നു. തൃശ്ശൂരിൽ 2,56,842 പേർ. ഇടുക്കിയിൽ 1,28,333 പേർ. കോഴിക്കോട് 1,94,588 പേർ. പത്തനംതിട്ട ജില്ലയിൽ 1,948 പേർ പുറത്തായിരിക്കുന്നു. ആലപ്പുഴയിൽ 1,44,243 പേരും. കോട്ടയത്ത് 1,66,010 പേരും. കണ്ണൂരിൽ 89,932 പേരും ഈ പുതിയ പട്ടികയിൽ നിന്ന് പുറത്താണ്. അതേസമയം വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്രയധികം പേരെ ഒഴിവാക്കുന്നതിൽ BJP ഒഴികെയുള്ള പല രാഷ്ട്രീയ പാർട്ടികളും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. പുറത്താക്കപ്പെടുന്നവരുടെ പട്ടിക അത് കൈമാറണമെന്ന് പറയുന്നുണ്ട്. പരിശോധിച്ച് ഇവരെ കൂടി ഉൾപ്പെടുത്തുവാനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ സമയം നൽകുക, അല്ലെങ്കിൽ ഇതുപോലുള്ള നടപടിക്രമങ്ങൾ കുറച്ചുകൂടി ലഘൂകരിക്കുക എന്നുള്ള ആവശ്യങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പട്ടികയിലെ ഇരട്ടിപ്പ് ഇപ്പോൾ കണ്ടെത്തിയതിലും കൂടുതലായിരിക്കുവാനാണ് സാധ്യത എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ഉൾപ്പെടുത്താത്തവരെ, ഏതെങ്കിലും കാരണത്താൽ ഉൾപ്പെടാൻ പറ്റാതായി പോയവരെ വീണ്ടും ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ബാക്കിയുള്ള പ്രതിപക്ഷ കക്ഷികൾ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകാൻ വിസമ്മതിച്ചവരുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് CPM വ്യക്തമാക്കുമ്പോഴും ഒഴിവാക്കിയവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയാകണം കരട് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ പല നേതാക്കളും അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. BJP ഒഴികെ എല്ലാവരും പക്ഷേ ഇതിനെ ഈ ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടവരെ ഏകദേശം 25 ലക്ഷത്തോളം പേരാണ് ഒഴിവാക്കപ്പെടുന്നത്. അവരെ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നവരാണെങ്കിൽ, രേഖകൾ ഉള്ളവരാണെങ്കിൽ അവരെ ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ് അവരുടെ അവകാശവാദം. ഞാൻ ആദ്യം സൂചിപ്പിച്ചവരെ 25 ലക്ഷം പേരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടിക വരുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വോട്ടർമാരാണ്
നഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഇനി നോക്കിക്കാണേണ്ടതുണ്ട്. മാത്രമല്ല അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടവരാണെങ്കിൽ അവരെ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ പൗരത്വ ഭേദഗതിയെ പോലെ ആയി പോകുമോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അതല്ലാതെ രേഖകളുള്ളവരെയാണെങ്കിൽ അവരെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.